അബിൻ, എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത്? അല്ല, ഇതാണ് ബഹുമാനപ്പെട്ട DC പ്രസിഡന്റിനെയും മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെയുള്ള ആക്രമണം നമ്മൾ ഏത് നിമിഷത്തിലും പ്രതീക്ഷിച്ചതാണ്. കാരണം എന്താ, മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഇത്ര കൃത്യമായ ആരോപണം ഉന്നയിച്ച്, അഴിമതി ആരോപണം ഉന്നയിച്ച് നിർഭയനായി നിയമസഭയ്ക്കകത്തും പുറത്തും പോരാടുന്ന മാത്യു കുഴൽനാടനെതിരെ ഏതു നിമിഷവും ഒരു അക്രമം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് അവിടെ നടത്തിയത് ഏറ്റവും ന്യായമായ സമരമല്ലേ? ഇവിടെ നമ്മൾ ആരെങ്കിലും കുത്തിക്കൊന്നിട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഭരണകൂട വിചാരണ നടത്തി അടിച്ചു കൊന്നിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റൽ മുറിയിലിട്ട് നഗ്നനായി ആൾക്കൂട്ട വിചാരണ ചെയ്ത് കൊന്നതിന്റെ സമരമൊന്നും അല്ലല്ലോ. അവിടെ നടന്നത് ഒരു ആന കുത്തിക്കൊന്നൊരു സാധാരണ വയോധികയായ വൃദ്ധ അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സമരം ചെയ്തതിന്റെ പേരിൽ മാത്യു കുഴൽനാടനെ പോലുള്ള ഒരു ജനപ്രതിനിധി, DCC പ്രസിഡന്റ് ഷിയാസിനെ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഡീൻ കുര്യാക്കോസിനെ പോലുള്ള ജനപ്രതിനിധികൾ, ഇവർ ആക്രമിക്കുന്ന സ്വഭാവമാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങോട്ടാണ് പോയത് എന്ന് പോലും നമുക്കറിയില്ല. അവർ ഏതോ നിഗൂഢമായ കേന്ദ്രത്തിലാണ് ആദ്യം ഒളിപ്പിച്ചതെന്നുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടത്. ഇപ്പോ ഞങ്ങളുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് സിദ്ധാർത്ഥിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട അനിശ്ചിതകാല നിരാഹാര പന്തലിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രകടനം നടത്തുമ്പോൾ ആ പ്രകടനത്തെ അവർ അടിച്ചമർത്താനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ അഴിച്ചുവിട്ട നായക കണക്ക് പോലീസിനെ അഴിച്ചുവിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ നാട്ടിൽ ഈ പോലീസ് ഇത്രയധികം ആക്രമണങ്ങളും ക്രിമിനൽ സ്വഭാവമുള്ള ഒരു സംഘമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ന്യായമായ ആവശ്യത്തിന്, സാധാരണക്കാരുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ അടിച്ചമർത്താനാണ് പോലീസ് നോക്കുന്നത്. പക്ഷേ ഇതും കൊണ്ടൊന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഈ സമരം അതിശക്തമായി തുടരും. ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സമരപ്പന്തലിൽ, അവിടെ ഉപവാസ സമരം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളിലേക്ക് പോവുകയാണ്. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ തീരുമാനം വരേണ്ടതുണ്ട്. അവിടെ ജനപ്രതിനിധികളെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചർച്ചയിൽ നിന്നും മാറ്റാനാണ് ഇന്ന് DCC പ്രസിഡന്റിനെയും അതുപോലെ മാത്യു കുഴൽനാടനെ പോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കപട നാടകം കോതമംഗലത്ത് അരങ്ങേറുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ സമരങ്ങളൊക്കെ വളരെ കൃത്യമായി മുമ്പോട്ട് പോകും. കോൺഗ്രസിന്റെ സമരവീര്യത്തെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ടോ തുറങ്കിലടച്ചുകൊണ്ടോ ഇവിടെ തകർക്കാമെന്ന് പോലീസും ആഭ്യന്തര വകുപ്പും കരുതണ്ട. അതിന് ആഭ്യന്തര വകുപ്പിനോ പിണറായി വിജയനോ അതിനുള്ള ശക്തിയുമില്ലതാണ്. അല്ല, അപ്പൊ ഈ നാട്ടിൽ പ്രതിഷേധ സ്വരങ്ങൾക്ക് ഇനി സ്ഥാനമില്ല എന്നാണോ? അതായത് രോഹിത് വെമുല മരിക്കുമ്പോഴോ കൊല്ലപ്പെടുമ്പോഴും, അതുപോലെ ഡൽഹിയിലും ജമ്മു കാശ്മീരിലും ആളുകൾ ഭരണകൂട ഭീകരതയാൽ കൊല്ലപ്പെടുമ്പോഴും മാത്രമാണ് ഇവിടെ ഇടതുപക്ഷക്കാർക്ക് മാനവികതയും പ്രതിഷേധവും ഉയരുന്നത്. അവർക്ക് അപ്പോഴാണ് സമരം ചെയ്യാൻ അറിയുള്ളൂ. അവിടെ ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഉണ്ടാകുന്ന വിഷയങ്ങളിൽ കേരളത്തിൽ അതിഘോരമായി പ്രസംഗിച്ച് സമരം ചെയ്യുന്ന ഇടതുപക്ഷക്കാരൻ, ഡൽഹിയിൽ സമരം ചെയ്യുന്ന ഇടതുപക്ഷക്കാരനൊന്നും കേരളത്തിൽ അതുപോലെ തന്നെ ഭരണകൂട ഭീകരതയും ആൾക്കൂട്ട കൊലപാതകവും ഉണ്ടായിട്ട് ഒരു വാക്കുകൊണ്ട് പോലും അനുശോചിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വഭാവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും മാത്രമല്ല, SFI എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സംഘം, ആ ക്രിമിനൽ സംഘത്തെ പോറ്റി വളർത്തുന്ന CPM-ന്റെ അവസ്ഥയും നമ്മൾ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കാട്ടാന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ആദ്യത്തെ വിഷയമാണോ? ഇടുക്കിയിൽ ആദ്യം വിഷയമുണ്ടായി. വയനാട്ടിൽ 3 പേർ ആക്രമിക്കപ്പെട്ട് മരണപ്പെട്ടപ്പോഴും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാൻ അവിടെ ഉണ്ടായില്ല. വയനാട്ടിലെ വിഷയം, വയനാട്ടിന്റെ ചാർജുള്ള മന്ത്രിമാരോ അവിടുത്തെ MLA-മാരോ ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ പോലും തയ്യാറായില്ല. അപ്പോഴാണ് ഇടുക്കിയിൽ വിഷയമുണ്ടാകുന്നത്. ഇടുക്കിയിൽ വിഷയമുണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ സമരം ചെയ്യും. ആ സമരത്തെ ഏത് വിധേനയും കീഴ്പ്പെടുത്തുക, ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ള ഒരു നടപടിയാണ് ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്നിട്ട് രാത്രി അവിടെ ഉണ്ടായ സമരപ്പന്തലിൽ കയറി അടിച്ച് വശംവദരാക്കി ഇവരുടെ സമരസ്വരത്തെ ഇല്ലാതാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ജനപ്രതിനിധികൾ, നിങ്ങൾ ആലോചിക്കുക, ഒരു MLA രാത്രി സമരപ്പന്തലിൽ കയറി അടിച്ച് ആക്രമിച്ച് അവിടെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? നഗ്നമായ നരനായായിട്ടല്ലേ ഫാഷിസ്റ്റ് പോലീസല്ലേ കേരളം ഭരിക്കുന്നത്? ആ ഫാഷിസ്റ്റ് പോലീസിന് നേതൃത്വം നടക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? ഈ പിണറായി അറിയാതെ ഇതൊക്കെ നടക്കുമെന്ന് നിങ്ങൾ ആരും കരുതുന്നുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ ഉപജാപക സംഘമാണ് പോലീസിനെ ഇവിടെ ഭരിക്കുന്നത്. ആ ഉപജാപക സംഘത്തിന്റെ നിർദ്ദേശമില്ലാതെ പോലീസ് ഒരു ജനപ്രതിനിധിയെ ആക്രമിക്കാൻ തുനിയില്ല, ഒരു DCC പ്രസിഡന്റിനെ ആക്രമിക്കാൻ തുനിയില്ല, ജനപ്രതിനിധികളെ അറസ്റ്റ് ചെയ്യാൻ തുനിയില്ല. ഈ DCC പ്രസിഡന്റ് എവിടെ പോയി എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സമരത്തിലിരിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ്. അപ്പൊ ഇതൊക്കെ കേരളത്തിൽ നമ്മൾ വെളിവാകുന്നത് ഇതൊരു ഫാഷിസ്റ്റ് സ്റ്റേറ്റായി മാറ്റുക എന്നുള്ള, ഏകാധിപത്യ ഭരണത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുക എന്നുള്ള പിണറായി വിജയന്റെ ഗൂഢനിർദ്ദേശത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾ. ഇതൊന്നും ഇവിടെ സമ്മതിക്കാൻ പോകുന്നില്ല. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാവും.